നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വെള്ളിയാഴ്ച ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് നാളെ ഹാജരാകാനാവില്ലെന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നും വീണ ഇഡിയെ ഇമെയിൽ വഴി അറിയിച്ചു. ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസിൽ വെള്ളിയാഴ്ച ഹാജരാകാനാണ് വീണയ്ക്ക് നോട്ടീസ് ലഭിച്ചിരുന്നത്. അവധി അപേക്ഷയിൽ ഇഡിയുടെ തീരുമാനം ഇന്ന് വീണയെ അറിയിക്കും. ഒരു ദിവസം അവധി അനുവദിച്ചാലും മറ്റൊരു ദിവസം നേരിട്ട് ഹാജരാകണമെന്നാണ് വ്യവസ്ഥ. CMRLൽ നിന്ന് എന്തിനു പണം ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനാണ് വീണയ്ക്ക് ഇഡി നൽകിയ നിർദ്ദേശം. റഷ്യയിൽ കാർ പൊട്ടിത്തെറിച്ച മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. റഷ്യൻ സൈന്യത്തിന്റെ ആർട്ടിലറി മിസൈൽ വെടിക്കോപ്പുകളുടെ വിതരണ വിഭാഗം തലവൻ കേണൽ ദമീർ ദവിദോവയാണ് കൊല്ലപ്പെട്ടത്. മോസ്കോയുടെ കിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ബലാഷിഖ എന്ന നഗരത്തിലാണ് സ്ഫോടനമുണ്ടായത്. ദമീർ ദവിദോവ് സഞ്ചരിച്ചിരുന്ന BMW X3 SUV കാർ പൂർണ്ണമായും സ്ഫോടനത്തിൽ തകർന്നു. യുക്രൈനാണോ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. നേരത്തെയും നിരവധി റഷ്യൻ പട്ടാള ഓഫീസർ ഇതുപോലെ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായി സ്ഥിരീകരണം. ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം അറിയിച്ചത്. MT സെറ്റബല്ല എന്ന വാണിജ്യ കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നാലെ 3 പേരെ കാണാതായതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് സ്വദേശികളെയാണ് കാണാതായത്. കപ്പലിൽ നിന്ന് 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയിരുന്നു. വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിക്കുകയും US സ്ഥാനപതിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിക്കുകയും ചെയ്തു. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ അടച്ച കുവൈറ്റ് വ്യോമാതിർത്തി വീണ്ടും തുറന്നതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. കുവൈറ്റ് വ്യോമാതിർത്തിയിലെ വ്യോമഗതാഗതം സാധാരണ നിലയിലായി. നിലവിൽ യാത്രാ തടസ്സങ്ങളില്ല. സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഗൾഫ് മേഖലയിലെ ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് കുവൈറ്റ് വ്യോമാതിർത്തി അടച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാൽ മുൻകരുതൽ നടപടികൾ ആവശ്യമായ സാഹചര്യം അവസാനിച്ചതോടെ സർവീസുകൾ പുനരാരംഭിക്കുകയായിരുന്നു. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യലിനായി ഹാജരായി. രാവിലെ 10-ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് പ്രതികൾക്ക് കോടതി നൽകിയ നിർദ്ദേശം. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി അന്വേഷണ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. താൻ വേട്ടയാടപ്പെടുന്നുവെന്നും കോടതി തീരുമാനിക്കട്ടെ എന്നും കേസിലെ 1-ാം പ്രതിയും പിണറായി വിജയന്റെ ഗൺമാനുമായ അനിൽ കല്ലിയൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ കേസിൽ തുടരന്വേഷണം നടത്താൻ SIT തീരുമാനം. ദ്വാരപാലക ശില്പപാളികളിൽ നിന്നും വീണ്ടും സാമ്പിൾ ശേഖരിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. ഈ മാസം നട തുറക്കുമ്പോൾ സാമ്പിളുകൾ ശേഖരിക്കും. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കെ 2025-ലാണ് ദ്വാരപാലക ശില്പപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഈ കേസിൽ നേരത്തെ പ്രശാന്തിനെ ചോദ്യം ചെയ്തിരുന്നു. സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച ശേഷം പ്രശാന്തിനെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. നിപ്പ രോഗബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 43-കാരന്റെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് ആശുപത്രി അധികൃതർ. നിലവിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡിലാണ് രോഗിയുള്ളത്. ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് രോഗിയുടെ ആരോഗ്യനില നിരീക്ഷിക്കുന്നത്. യുവാവിന്റെ സാമ്പിൾ ബുധനാഴ്ച പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. ഫലം ഇന്ന് ലഭിക്കുന്നതോടെ മാത്രമേ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. രോഗിയുടെ അടുത്ത സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 5 പേരുടെ സാമ്പിളുകൾ പരിശോധിക്കും. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും കോഴിക്കോട് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേർന്നാകും തുടർ നടപടികൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 2 വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരവൂർ, പാലത്ര സ്വദേശികളായ വിദ്യാർത്ഥികൾക്കാണ് രോഗം ബാധിച്ചത്. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വയനാട് ജില്ലയിൽ നിലവിൽ 8 കുട്ടികൾ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. നേരത്തെ കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് 4 വയസ്സുകാരി മരിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ പ്രതിസന്ധി തുടരുന്നു. പ്രകാശ് ചിക്ബരേക്ക് രാജ്യസഭാംഗത്വം രാജിവെച്ചു. രാജിവെക്കുന്ന 3-ാമത്തെ തൃണമൂൽ MP-യാണ് അദ്ദേഹം. രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനാണ് രാജി സമർപ്പിച്ചത്. നേരത്തെ തൃണമൂൽ MP-മാരായ സുഖേന്ദു ശേഖർ റോയ്, സുഷ്മിത ദേവ് എന്നിവർ രാജിവെച്ചിരുന്നു. ഇതോടെ രാജ്യസഭയിലെ തൃണമൂൽ പാർട്ടിയുടെ അംഗബലം 10-ആയി കുറഞ്ഞു. മമതാ ബാനർജിയുടെ വിശ്വസ്ത സഹായി സുഖേന്ദു ശേഖർ റോയിയുടെ രാജിയോടെയാണ് TMC പാർലമെന്റ് അംഗങ്ങൾക്കിടയിൽ പ്രതിസന്ധി ആരംഭിച്ചത്. അടുത്ത ആഴ്ചക്കുള്ളിൽ 3 TMC രാജ്യസഭാ MP-മാർ കൂടി രാജിവെച്ചേക്കാമെന്നും ഇത് പാർട്ടിയുടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുവെന്നും സൂചനയുണ്ട്. മാള പോലീസ് സ്റ്റേഷനിലെ SHO R രാജേഷ് മരിച്ച നിലയിൽ. താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. മാളയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലം ശൂരനാട് സ്വദേശിയാണ് രാജേഷ്.
ഭാര്യയ്ക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് ജോലിക്ക് കയറേണ്ടതായിരുന്നു. രാജേഷിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ പ്രശ്നമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഒമാനിൽ വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. ഷിനാസ് തുറമുഖത്തിന് ഏതാനും നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇന്ത്യൻ നാവികർ ഉൾപ്പെട്ട കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായതെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ഒമാൻ കടലിടുക്കിൽ 3 ദിവസത്തിനിടെ 2 വാണിജ്യ കപ്പലുകൾക്ക് നേരെ US സൈന്യം നടത്തിയ മിസൈൽ ആക്രമണം ആഗോളതലത്തിലും ഇന്ത്യയിലും വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഈ 2 കപ്പലുകളിലുമായി 48 ഇന്ത്യൻ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ മരിച്ചതായും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.